ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് അമിത്ഷാ തിരുവനന്തപുരത്ത് വന്നിട്ടു. കേരളം മുഴുവൻ പോയി. ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞ് നരേന്ദ്രമോദി 28-ാം ദിവസം തിരുവനന്തപുരത്തെത്തി. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 മാസം മാത്രം. അതിന് മുന്നോടിയായിട്ട് BJPയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ കേരളത്തിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഒരു 2 സ്റ്റെപ്പ് ഇറങ്ങി പ്രവർത്തിക്കണം എന്നാണ് അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. നിതിൻ നബീൻ അധികാരമേറ്റതിന് ശേഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ്. പശ്ചിമ ബംഗാളിൽ BJP പിടിച്ചെടുക്കണം എന്നുള്ള വാശിയോടുകൂടി നിൽക്കുകയാണ്. കേരളത്തിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കി കാണിക്കണം. വോട്ട് വിഹിത വർധനവല്ല, അതെ, സീറ്റ് നേടുക എന്നുള്ളതാണ്. ഭരണം തീർച്ചപ്പെടുത്തുന്നത് BJP ആയിരിക്കും എന്നുള്ള രീതിയിലേക്കുള്ള പ്രവർത്തന രീതിയുമായിട്ടാണ്. അപ്പം നിതിൻ നബീൻ്റെ വരവ് ഒരു പുതിയ ഊർജം നൽകുകയാണ്. തീർച്ചയായിട്ടും ദേശീയ പ്രസിഡൻറ്റിൻ്റെ വരവ്, നിതിൻ നബീൻ്റെ വരവ് കേരളത്തിലെ പ്രവർത്തകർക്ക് ഒരു ഊർജം പകരുന്ന ഒന്നാണ്. അദ്ദേഹം സ്ഥാനാരോപണം നടത്തുന്നതിന് മുമ്പേ വർക്കിംഗ് പ്രസിഡൻറ്റ് JP നദ്ദാജിയെ സഹായിക്കുവാൻ നിയോഗിച്ചപ്പോഴേ കേരളത്തിലെ പ്രത്യേകിച്ചും യുവാക്കളുടെ ഇടയിലും യുവതികളുടെ ഇടയിലും ഒരു ആവേശമുണ്ട്. കാരണം അദ്ദേഹം യുവമോർച്ചയുടെ നാഷണൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്തും തന്നെ പല സംസ്ഥാനത്തിൻ്റെയും തിരഞ്ഞെടുപ്പ് ചുമതലകൾ 45-കാരനായ നിതിൻ നബീനെ ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചൊരു ചെറുപ്പക്കാരനാണ്. ബീഹാറിൽ പല ദേശീയ നേതാക്കൾ ഉണ്ട് എങ്കിൽ തന്നെയും അവിടെ പല പല സീനിയർ നേതാക്കൾ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഏറ്റവും വലിയ കക്ഷി എന്നുള്ള നിലയിലെത്തുവാൻ പല നേതാക്കൾക്കും കിണഞ്ഞ് ശ്രമിച്ചിട്ടും ബീഹാറിൽ പറ്റിയിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ 22-ാമത്തെ 23-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം നിയമസഭാ സാമാജികനാകുന്നത്. വളരെ തഴക്കവും പഴക്കവും തിന്ന സീനിയർ നേതാക്കളുടെ കൂടെ അസംബ്ലിയിലിരുന്ന് പ്രമേയങ്ങളും പ്രബന്ധങ്ങളും കൈകാര്യം ചെയ്തൊരു തഴക്കവും പഴക്കവും ഉണ്ട്. രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം പഠിക്കുന്ന വ്യക്തി അല്ല. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തുറ്റൊരു നേതാവായിരുന്നു നിതിൻ്റെ അച്ഛൻ ബീഹാറിൽ. അതിനുപരി രാഷ്ട്രീയ സ്വയംസേവാ സംഘത്തിൻ്റെ ഒരു പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം RSS വഴിയുള്ളൊരു പ്രവർത്തനവും പിന്തുണയും അദ്ദേഹത്തിനുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ദേശീയ അധ്യക്ഷനായി ഇത്രയും സീനിയർ മോസ്റ്റ് നേതാക്കൾ പറഞ്ഞു കേട്ടിരുന്നു. നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ പേര് കേട്ടിരുന്നു, പീയൂഷ് ഗോയലിൻ്റെ പേര് കേട്ടിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സീനിയർ മോസ്റ്റ് ലീഡറെ എല്ലാം മാറ്റി ഭാരതീയ ജനതാ പാർട്ടി 45-കാരനായ ഈ യുവ നേതൃത്വം കഴിഞ്ഞ് മധ്യവയസ്സിലേക്ക് വരുന്ന ഈ ചെറുപ്പക്കാരനെ ഒരു നാഷണൽ പ്രസിഡൻ്റ്, റൂളിംഗ് പാർട്ടി എന്നുള്ള നിലയിൽ ലോകത്തിലെ 14 കോടി മെമ്പർഷിപ്പുള്ള ഈ പാർട്ടിയുടെ അധ്യക്ഷനാക്കണമെങ്കിൽ അമിത്ഷായ്ക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിജിക്കും വിശിഷ്യ അതിന് പുറമേ നിന്ന് സഹായിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവാ സംഘത്തിനും ഒരു പ്രതീക്ഷ നിതിൻ നബീന് ഉണ്ട് എന്ന് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഈ കർത്തവ്യം ഏൽപ്പിച്ചത്. നമുക്കറിയാം, അദ്ദേഹം ഇന്നലത്തെ എറണാകുളത്ത് നടന്ന ആ കൺവെൻഷനിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് താഴേക്കിടയിൽ എത്തണം, ഗ്രാസ് റൂട്ട് ലെവൽ, ബൂത്ത് ലെവൽ വർക്കാണ്. അതിനൊരു ഒരു മാർഗരേഖ അദ്ദേഹത്തിനൊരു മാർഗരേഖ ബീഹാർ മോഡലാണ്. കിട്ടുന്നത്, അതെ, കിട്ടുന്ന വോട്ട്, റൈറ്റ്, പിന്നെ കിട്ടാത്തത്, അതെ, പിന്നീട് നിഷ്പക്ഷർ, അതെ, എന്നിങ്ങനെ വോട്ടർമാരെ അതെ തിരിക്കണമെന്നാണ് പറയുന്നത്. ഇതില് നിഷ്പക്ഷരായിട്ടുള്ളവരെ അതെങ്ങോട്ട് വേണേലും പോകാമല്ലോ, അവരെ കൂടെ നിർത്താനുള്ള പ്രവർത്തനങ്ങളാണ്. അല്ല, അദ്ദേഹം ബീഹാറിൽ തൊട്ടടുത്ത ജാർഖണ്ഡിലെ ചാർജ് കൊടുത്തു, ഇപ്പുറത്തെ UPയുടെ ചാർജ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ സ്ഥലത്തെല്ലാം അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഇലക്ഷൻ മാനേജ്മെൻറ്റ്, ഒരു നല്ല രീതിയിലുള്ള ഒരു ക്യാമ്പയിന് വേണ്ടി അദ്ദേഹം പേപ്പർ വർക്ക് തയ്യാറാക്കിയിട്ട് ബൂത്ത് ലെവൽ, കേരളത്തിന് അതിനെ ശക്തി കേന്ദ്ര എന്ന് പറയും, ബൂത്ത് ലെവൽ RSSൻ്റെ പ്രവർത്തകരോ
വിവിധ ക്ഷേത്രത്തിലെ പ്രവർത്തകരോ പ്രവർത്തിക്കുന്നുവെങ്കിൽ ഓരോ പ്രവർത്തകർക്കും അവരുടെ രാജ്യനൈതിക രംഗത്ത് BJP പാർലമെൻ്ററി ജനാധിപത്യത്തിലുള്ളതുകൊണ്ട് മുൻപിൽ നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ്. പക്ഷെ സംഘത്തിൻ്റെ സഹായം എപ്പോഴും പുറമേ ഉണ്ട്. പുള്ളി ഒരു പ്രത്യേക പേപ്പർ തയ്യാറാക്കും. എത്ര ആ വാർഡിനകത്ത് നിഷ്പക്ഷരായിട്ടുള്ളവരുണ്ട്, എത്ര മറ്റു രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ടവരുണ്ട്, എത്ര സമുദായ സംഘടനയിലുള്ള ഉണ്ട്, അതിലെത്ര അമ്മമാരാണ്, സാംസ്കാരിക നവോത്ഥാനത്തിന് പ്രവർത്തിക്കുന്ന എത്ര പേരുണ്ട്. പുള്ളി ഒരു 15-ൽ പരം കാറ്റഗറിയുള്ള ഒരു ലിസ്റ്റ് ബീഹാറിൽ തയ്യാറാക്കിയിട്ട് ബൂത്ത് ലെവൽ പ്രവർത്തകർക്ക് കൊടുത്തു. ആ ബൂത്ത് ലെവൽ പ്രവർത്തകർക്ക് ആ ലിസ്റ്റ് കൊടുത്തിട്ട് BJP നേതാക്കളെയും സാംസ്കാരികപരമായിട്ടുള്ള BJP അനുഭാവികളുടെയും ഒരു ക്യാമ്പയിൻ തന്നെ പുള്ളി ബീഹാറിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ബീഹാറിൽ അതാണ് ഏറ്റവും വലിയ സീനിയർ മോസ്റ്റായ JDUവിൻ്റെ നിതീഷ് കുമാറിനെ കടത്തിവെട്ടി ഒന്നാമത് വന്നത്. പല പ്രാവശ്യവും BJP ഒന്നാമത് വരാൻ നോക്കിയിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു താഴേക്കിടയിൽ ബൂത്ത് ലെവൽ, ഗ്രാസ് റൂട്ട് ലെവലിൽ ഇപ്പോൾ അധ്യാപകരുണ്ട്. അധ്യാപകരുമായിട്ടുള്ള പാർട്ടിയിൽ ബന്ധമുള്ള ഒരാളെ ഗൃഹസമ്പർക്കത്തിന് വേണ്ടി ഒരുപാട് 10-12 പേര് ക്യാമ്പയിനല്ല, 2 പേര് ആ വീട്ടിൽ ചെന്നിരിക്കും. ബീഹാറിൻ്റെ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കും. അധ്യാപക സംഘടനാ നേതാക്കൾ കർഷക സമരം നടന്നതിൽ ഏറ്റവും കൂടുതൽ ബീഹാറിലാണ്. അവിടുത്തെ ഇപ്പോഴത്തെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നിരവധി പത്രക്കാർ എഴുതിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ബീഹാറിലെ കർഷകർ വോട്ട് കൊടുത്തത് കലപ്പയേന്തിയ ചിഹ്നത്തിൽ വന്നിട്ടുള്ള ജനതാദളിനോ പിന്നിലായിട്ടുള്ള പിന്മുറയിൽ വന്ന LJP ഇവർക്കൊന്നുമല്ല. അത് ഏറ്റവും കൂടുതൽ വോട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ താമരയ്ക്കെന്ന് അവിടെ ഒരു സർവേ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കർഷകർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ബുക്ക്ലെറ്റ് തന്നെ പുള്ളി തയ്യാറാക്കി എല്ലാ കർഷക കുടുംബങ്ങളിലും എത്തിക്കുവാൻ ഒരു ക്യാമ്പയിൻ കമ്മിറ്റി അവിടെ രൂപീകരിച്ചിട്ടുണ്ട്. കേരളത്തിലൊക്കെയാണ് ഒരുവിധം പ്രീ ഡിഗ്രി +2 വിദ്യാഭ്യാസം കഴിഞ്ഞ സർക്കാർ ജോലിക്ക് കാത്തിരിക്കുന്നത്. ബീഹാറിൽ അങ്ങനെയല്ല. ബീഹാറിൽ ആവറേജ് വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ അച്ഛനോ അമ്മയുടെ കൂടെ കർഷക ജമീന്ദാർമാരായിട്ട് പോകും. അങ്ങനെ അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് തലവന്മാരെ കണ്ട് ഭാരതീയ ജനതാ പാർട്ടി JDU സഖ്യം അധികാരത്തിൽ വന്നാൽ എന്താണോ പ്രകടന മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കും. അത് ചെയ്തു. അദ്ദേഹം പറഞ്ഞു യൂറിയയുടെ സബ്സിഡി എടുത്ത് കളഞ്ഞ് ഫ്രീ ആയിട്ടുള്ള നിലവാരത്തിലുള്ള യൂറിയ, ഫാക്ടംബോസ്, മിക്സർ കർഷകർക്ക് അവിടെ കൊടുക്കുമെന്ന് പറഞ്ഞു. വരുമാന പരിധിയിലുള്ള അവിടുത്തെ കൃഷിക്കാർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കൊടുക്കുമെന്ന് പറഞ്ഞു. ആ പദ്ധതി അവിടെ BJP അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഇദ്ദേഹം വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ കേന്ദ്ര ക്യാബിനറ്റ് മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻജിയോട് ആവശ്യപ്പെട്ടു. ഇന്ന് ഏകദേശം 23 ലക്ഷത്തിൽ പരം പേർക്ക് പമ്പ് സെറ്റ് ഫ്രീ, വളം ഫ്രീ, അവരുടെ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നുള്ള ലോണുകൾ ഫ്രീ ആയിട്ടുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ് ബീഹാർ. ആ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയ്ക്ക് പ്രവർത്തനത്തിനും നേതൃത്വം കൊടുത്തൊരു വ്യക്തിയാണ് ഈ പുതിയ 45-കാരനായ നിതിൻ നബിന്റെ വരവ് കേരളത്തിലുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കുവാൻ കർഷക മോർച്ചയിലുള്ള ഒരാളെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി ഉണ്ടാക്കുമെന്ന് നിതിൻ നബിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ മെയിൻ കേര കർഷകരുടെ പ്രശ്നമാണ്, കുട്ടനാട് നെൽകർഷകരുടെ പ്രശ്നമാണ്, പിന്നെ വന്നിട്ട് തെങ്ങ് കർഷകരുടെ പ്രശ്നമാണ്, പിന്നെ റബ്ബറിൻ്റെ താങ്ങുവില, പിന്നെ കേരളത്തിലുള്ള സ്പൈസസ് ആയിട്ടുള്ള ഏലവും ഇഞ്ചിയും തുടങ്ങിയ സാധനങ്ങൾക്ക് ഒരു പ്രത്യേക കാറ്റഗറിയിൽപ്പെടുത്തി അദ്ദേഹം കേരളത്തിൻ്റെ കർഷകർക്ക് വേണ്ടി ആകുന്നത്ര കാര്യം ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ കേരള വരവോടുകൂടി കേരളത്തിൽ മിനിമം ഒരു 20-22 സീറ്റ് നേടുക എന്നുള്ള ലക്ഷ്യമായിരിക്കും നിതിൻ നബീനെ പുതിയ അധ്യക്ഷനായിട്ട് കേരളത്തിൽ നാഷണൽ BJP ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.